പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് വലിയ ഞണ്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഞണ്ട് കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഞണ്ടൊക്കെ കട്ട് ചെയ്യാൻ പഠിച്ചത് കേട്ടോ. പണ്ടൊക്കെ അമ്മ തന്നെയായിരുന്നു ചെയ്യൽ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ വലിയ കാല് പറിച്ചെടുത്ത ശേഷം അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് 2 ഭാഗമാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഈ കുഞ്ഞു കാലുകളില്ലേ, കുഞ്ഞു കാലുകളുടെ അറ്റതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വയറുഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട് ഭാഗത്തുള്ള തോടും കൂടെ വരുന്ന രീതിക്ക് വേണം നമ്മളിത് അടർത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. പിന്നെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം 2 കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് കറി വയ്ക്കാം.